നമസ്കാരം. റേഡിയോ മുക്കം സൺഡേ സ്പെഷ്യൽ സ്റ്റോറി. തിരഞ്ഞെടുപ്പിന് ചൂട് പിടിക്കുമ്പോൾ. തിരഞ്ഞെടുപ്പ് ആവേശത്തിൻ്റെ ചൂടും പകരുന്ന ദിനരാത്രങ്ങൾ തുടങ്ങുകയായി. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണ തുടർച്ച തേടി ഒരു വിഭാഗം കച്ചകെട്ടിയിറങ്ങുമ്പോൾ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരികെ പിടിക്കാനുള്ള ഊർജിത ശ്രമമാണ് മറുവിഭാഗം നടത്തുന്നത്. നാട്ടുവോട്ടിൻ്റെ ചങ്കിടിപ്പിൽ ജയിച്ചു കയറാനുള്ള തത്രപ്പാടുകളുടെ അടവുകൾ അവസാന ലാപ്പ് വരെ നീളും. കഴിഞ്ഞ തവണ UDF ഭരിച്ച കൊടിയത്തൂർ, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളും LDF നേതൃത്വം നൽകിയ മുക്കം നഗരസഭയും ഉൾപ്പെടെ മലയോരത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇക്കുറി മാറ്റമുണ്ടാകുമോ? ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുന്നതിനപ്പുറം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പലയിടത്തും വെല്ലുവിളിയുണ്ടായത് പാർട്ടികൾക്ക് തലവേദനയാവും. മുക്കം, കാരശ്ശേരി എന്നിവിടങ്ങളിലെ സീറ്റ് ചർച്ചയിൽ UDFിനൊപ്പമുണ്ടായിരുന്ന വെൽഫെയർ പാർട്ടി മിക്കയിടത്തും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞു. ഇതിൽ മുൻ ജനപ്രതിനിധികളും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും സീറ്റ് മോഹികളുടെ അതൃപ്തി ചിലയിടത്ത് പരസ്യമായ രഹസ്യമാണ്. പരമാവധി അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി ജനപിന്തുണ നേടാനുള്ള ശ്രമമാണ് ഇവിടങ്ങളിൽ നടക്കുന്നത്. കണക്കുകളല്ല, ജനസ്വീകാര്യതയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ജയസാധ്യത വർദ്ധിപ്പിക്കുന്നത്. വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് നാടിൻ്റെ വികസന കാഴ്ചപ്പാടിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സര രംഗത്തിറക്കാൻ മുന്നണികൾ ശ്രദ്ധിക്കുന്നു. പ്രവർത്തന മികവിലാണ് കാര്യം. പത്രികാ സമർപ്പണത്തിന് ശേഷം അരയും തലയും മുറുക്കി വീടുകൾ കയറിയിറങ്ങിയും ബന്ധങ്ങളിലൂടെയും വോട്ടുറപ്പിച്ച് ജയിച്ചു കയറാൻ മുന്നണികൾ രംഗത്തുണ്ടാവും. പരസ്പരം അറിയുന്നവർ തമ്മിൽ മത്സരരംഗം കൊഴിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മലയോരത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ആർക്കൊപ്പം നിൽക്കും? ആരു വാഴും, ആരു വീഴും? കാത്തിരിക്കാം.